CPM സർക്കാർ ഈ ഇലക്ഷൻ്റെ 10 ദിവസം മുമ്പ് ഇപ്പോൾ ഒരു കേസ് ഫയൽ ചെയ്യുന്നത്. ഇതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. ഇത് CPMൻ്റെ ഒരു പൊളിറ്റിക്കൽ തന്ത്രമാണ്. ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ ഇലക്ഷൻ്റെ 10 ദിവസം മുമ്പ് ഈ ഒരു ഇഷ്യൂവിന് മുമ്പോട്ട് വെച്ച് നടന്ന ശബരിമലേൻ്റെ കൊള്ള, ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ ഇവിടുന്ന് മാറ്റി വെച്ച് വേറെ ഏതെങ്കിലും ഒരു ഡിസ്കഷൻ തുടങ്ങാൻ അവരൊരു പാലക്കാട് കോൺഗ്രസ് MLAൻ്റെ എതിരെ പിന്നെ നമ്മുടെ ലെഫ്റ്റ് സർക്കാർ കേസ് ഫയൽ ചെയ്യുന്നു. ഇത് ഞങ്ങൾ എത്രയോ മാസം മുമ്പേ പറഞ്ഞൊരു കാര്യമാണ്. എന്തുകൊണ്ട് ഇയാളുടെ എതിരെ കേസ് ഫയൽ ചെയ്യുന്നില്ല? സോമോട്ടോ കേസ് എന്തുകൊണ്ട് ഗവൺമെൻറ് ഫയൽ ചെയ്യുന്നില്ല? പോലീസ് അന്വേഷണം എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അപ്പോൾ ഇന്നലെ നടക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം, ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്? കൃത്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 100% എൻ്റെ ഒരു കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തോട് ഞാൻ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാര്യം, ഇത് സ്വർണ്ണക്കള്ള, ശബരിമലയിൽ നടന്ന സ്വർണ്ണ മോഷണം, കോർട്ട് ചെയ്യുന്ന നടപടി, ഇതിനെല്ലാം ശ്രദ്ധ തിരിക്കാനാണ് CPM സർക്കാർ ഈ ഇലക്ഷൻ്റെ 10 ദിവസം മുമ്പ് ഇപ്പോൾ ഒരു കേസ് ഫയൽ ചെയ്യുന്നത്. ഇതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. ഇത് CPMൻ്റെ ഒരു പൊളിറ്റിക്കൽ തന്ത്രമാണ്. ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ ഇലക്ഷൻ്റെ 10 ദിവസം മുമ്പ് ഈ ഒരു ഇഷ്യൂവിന് മുമ്പോട്ട് വെച്ച് നടന്ന ശബരിമലേൻ്റെ കൊള്ള, ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ ഇവിടുന്ന് മാറ്റി വെച്ച് വേറെ ഏതെങ്കിലും ഒരു ഡിസ്കഷൻ തുടങ്ങാൻ അവരൊരു ശ്രമം. പക്ഷേ എലക്ഷൻ വരുന്നു, 10 ദിവസം മുമ്പ്, എലക്ഷൻ്റെ മുമ്പ് ഈ ഇഷ്യൂ ശരിയാണ്, ഇതിനെ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യേണ്ടത് എന്താണ്? എന്തുകൊണ്ട് 3.5 മാസം ഇയാളെ ഒരു റെഡ് കാർപ്പറ്റും വെച്ച് അസംബ്ലിയിൽ കയറ്റിയ CPM സർക്കാർ ഇപ്പോൾ അയാളുടെ എതിരെ കേസ് ഫയൽ ചെയ്തു? ഞാൻ പറഞ്ഞ പോലെ ഇത് ജനങ്ങളെ വിഡ്ഢിയാക്കാനും ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനാണ് ഇവർ ചെയ്യുന്നത്. പിന്നെ ഇതൊന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു നാണമില്ലാത്തൊരു പാർട്ടിയാണ്. ഇയാളെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുമ്പോൾ തന്നെ ഈ റിയൽ പൊളിറ്റീഷ്യൻ, ഈ റിയൽ രാഷ്ട്രീയക്കാരനെ കുറിച്ച് എത്രയോ പരാതികൾ ഉണ്ടായിരുന്നു. എന്നിട്ടും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കി, എന്നിട്ടും പാലക്കാടിൻ്റെ ജനങ്ങളെ തലയിൽ കെട്ടിവെച്ചു. ഇത് കോൺഗ്രസിന്റെ രാഷ്ട്രീയം. ശരി, കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഇതാണ്, നമ്മൾ എത്രയോ കൊല്ലമായിട്ട് കണ്ടതാണ്. പക്ഷെ CPM ആണ് ഇപ്പോൾ കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്നത്. CPMും കോൺഗ്രസും ഒരുമിച്ച്, ഇന്ത്യ അലയൻസിന്റെ 2 പാർട്ട്ണർ ഒരുമിച്ച് എങ്ങനെയെങ്കിലും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ അവരൊരു ശ്രമം നടത്തുന്നു. ഞങ്ങളത് സമ്മതിക്കില്ല. അത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്. ഈ ഇലക്ഷനിൽ സ്വർണ്ണക്കൊള്ള, ശബരിമലയിൽ ചെയ്ത ദ്രോഹം, ശബരിമലയിൽ ചെയ്ത കൊള്ളയും, ശബരിമല ചെയ്ത തെറ്റും ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കും, സൂചിപ്പിക്കും, അറിയിപ്പിക്കും. ഇത് എന്ത് സർക്കസ് ചെയ്താലും, എന്ത് കസരത്ത് ചെയ്താൽ CPMും കോൺഗ്രസ് ചെയ്താലും ഇതിന് ശ്രദ്ധ ധരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല.